നമ്മൾ സാധാരണ പറയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്. അതെ. ഈ ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മളൊരു ആഫ്റ്റർ 20 അല്ലെങ്കിൽ ആഫ്റ്റർ 30 ആഫ്റ്റർ 40 എന്ത് മാറ്റം നമ്മുടെ ജീവിതശൈലി വരുത്താൻ പറ്റും? യെസ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പക്ഷെ ആരും ചെയ്യാറില്ല അല്ലേ. സോ നമ്പർ 1 ഈസ് യുവർ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, ലൈഫ് സ്റ്റൈലിൽ വരുന്നതാണ് ഡയറ്റ്, എക്സസൈസ്, സ്ട്രെസ്. ഈ 3 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് സ്ട്രെസ് ചെയ്യുന്നത്. ബിക്കോസ് ഈ 3 വിഷയങ്ങളിൽ ഈ ജനറേഷൻ ഇന്നത്തെ കാലത്ത് വളരെ വളരെ എന്താ പറയുക തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. എവറിബഡി ഈസ് റണ്ണിങ്, എല്ലാവരും ഓടുകയാണ് ലൈഫിന് പിന്നാലെ, കുടുംബത്തിന് പിന്നാലെ, പൈസേൻ്റെ പിന്നാലെ. സോ ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കാറില്ല, എസ്പെഷ്യലി നമ്മൾ ഓഫീസ് ഗോവേഴ്സ്, IT ഫീൽഡിലുള്ള ആൾക്കാർ, നമ്മൾ ഡോക്ടർമാർ. വി ഡോണ്ട് ഈറ്റ് ഓൺ ടൈം, ഭക്ഷണ സമയത്തിന് കഴിക്കാറില്ല, കറക്റ്റ് ഭക്ഷണം കഴിക്കാറില്ല. നമ്പർ 2 ഇസ് എക്സസൈസ്. എക്സസൈസ് ചെയ്യാനുള്ള സമയമില്ല. സോ എക്സസൈസ് മീൻസ് അറ്റ്ലീസ്റ്റ് ഒരു 30 to 40 minutes പെർ ഡേ എക്സസൈസ് ചെയ്യണം. ദാറ്റ് ക്യാൻ ബി ഈവൻ എ ബ്രിസ്ക് വാക്ക്, അതായത് ആ ഒരു മീഡിയം സ്പീഡിൽ അല്ലെങ്കിൽ വേഗത്തിൽ നടക്കുന്നതാണ് ഏറ്റവും മിനിമം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആൻഡ് നമ്പർ 3 ഈസ് സ്ട്രെസ് ഒഴിവാക്കാം. ഇപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് വളരെ എന്താ പറയുക സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. ബിക്കോസ് നമ്മൾ ഈ ലൈഫിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടുമ്പോൾ ആക്ച്വലി അത് വളരെയധികം സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ജോബ് സ്ട്രെസ്, ഫിനാൻഷ്യൽ സ്ട്രെസ് എല്ലാം നമ്മൾ ഒരു പരിധിക്ക് മുകളിൽ ഇഫ് ഇറ്റ് എഫക്ട്സ് യുവർ ബ്രെയിൻ, ഇറ്റ് വിൽ എഫക്ട് യുവർ ഹാർട്ട് ഓൾസോ. പിന്നെ ഡോക്ടർ പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യം, ഡയറ്റ് എന്ന് പറയുന്നു, എക്സസൈസ് എന്ന് പറയുന്നു, സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഡയറ്റ്? ഇപ്പം നമുക്ക് നല്ല രുചികരമായ ഭക്ഷണങ്ങൾ ഒരുപാട് അവൈലബിൾ ആണ് ഇപ്പോൾ, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ. അപ്പോൾ ഇതൊന്നും കഴിക്കാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഇതൊന്നും കഴിക്കാണ്ട് മരിക്കുന്നതിനെക്കാട്ടും നല്ലത് കഴിച്ചു മരിക്കുന്നത്, പൊറോട്ടയും ബീഫ് കഴിക്കാണ്ട് ഇങ്ങനെ ജീവിക്കുക അല്ലേ. അതെ 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 അല്ലേ, ദാറ്റ്സ് ട്രൂ. സോ നമ്മളിപ്പം നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. ഇപ്പോൾ ഡയബറ്റീസ് ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, സോ കുറച്ച് നമുക്ക് മോഡറേഷൻ നമുക്ക് കഴിക്കാം. ബട്ട് നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾസ് എപ്പോഴും ഫോളോ ചെയ്യണം. ആ ബേസിക് പ്രിൻസിപ്പിൾസിൽ ഈ എക്സസ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ്, ഈ എക്സസ് ഫാറ്റ് കണ്ടന്റ് ഉള്ള ഒരു ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് മെഡിക്കൽ ഭാഷ ഫോർ ആ ഡേഞ്ചറസ് ഫാറ്റ്സ്. ആ ഡേഞ്ചറസ് ഫാറ്റ്സ് ആണ് ഈ നമ്മളെ ഗീ, എണ്ണ, നെയ്യ്, ഈ സ്വീറ്റ്സിൽ അടിഞ്ഞ ബേക്കറി ഐറ്റംസിൽ വരുന്ന സാധനം. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഒരു ലിമിറ്റിൽ വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റിൽ. നെക്സ്റ്റ് ഇസ് ഭയങ്കര ഷുഗർ കണ്ടന്റ്. ഇപ്പോൾ ഷുഗർ കണ്ടന്റ് ആക്ച്വലി ഷുഗർ ഇസ് ദ ന്യൂ ഈവിൽ എന്ന് പറയാറുണ്ട്. ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് സ്വീറ്റ്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ പറയും എനിക്കിപ്പോൾ ഡയബറ്റീസ് ഇല്ല, പ്രമേഹ രോഗം ഇല്ല, അപ്പോൾ എനിക്ക് ഐസ്ക്രീം കഴിച്ചൂടെ, ലഡു, ജലേബി ഒക്കെ കഴിച്ചൂടെ. ദാറ്റ്സ് ഓക്കെ ടു എ ലിമിറ്റ്. പക്ഷേ അതിന് മുകളിൽ പോകുമ്പോൾ ദാറ്റ് ആക്ച്വലി ക്രിയേറ്റ്സ്, അപ്പോൾ അമിതവണ്ണം ഉണ്ടാക്കും. അതിൽ കണ്ടന്റുള്ള ഫാറ്റ് കൂടുമ്പോൾ അതും ഒരു പ്രശ്നം ഉണ്ടാക്കും. ഇതെല്ലാം ഇന്ന് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണ് 5 years or 10 years ലേറ്റർ ആണ് അതിൻ്റെ എഫക്റ്റ് വരിക. സോ മോഡറേഷനിൽ നമ്മൾ കഴിക്കുന്നു ആൻഡ് ബി ഹാപ്പി. ഭയങ്കരമായ സ്ട്രിക്റ്റ് ഡയറ്റിലേക്ക് ഈ കീറ്റോ ഡയറ്റൊന്നും പോകേണ്ട ആവശ്യമില്ല. യു ടേക്ക് ലോട്ട്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നമ്മൾ ബേസിക് കാർബോഹൈഡ്രേറ്റ്സ്, നമ്മൾ റൈസ്, ചപ്പാത്തി അതൊക്കെ കഴിക്കാം, മീറ്റ്സ് കഴിക്കാം, ഓയിൽ കുറയ്ക്കാം, ഷുഗേഴ്സ് കുറയ്ക്കാം. അതായത് ബേസിക്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് കൂടുതൽ കഴിക്കേണ്ട ഭക്ഷണം ഏതാണ്? കൂടുതൽ കുറച്ചധികം നമ്മുടെ ഡയറ്റ് ഉൾപ്പെടുത്തണം. നമ്മളിപ്പം കുറേ ഡയറ്റ്സും ഉണ്ട്, മെഡിറ്ററേനിയൻ ഡയറ്റ്, ഇങ്ങനെ നമ്മൾ വെസ്റ്റേൺ ഇതിൽ നമ്മൾ പഠിച്ച സംഗതി. അതിൽ അവർ പറയുന്നത് കൂടുതൽ ആരോഗ്യത്തിന് നമ്മൾ ആക്ച്വലി വെജിറ്റബിൾസും നമ്മൾ ഓയിൽ കണ്ടന്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കുറയ്ക്കുന്നതാണ് ഹൃദയാഘാതത്തിന്, ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ. ബാക്കി ആക്ച്വലി ജനറൽ ഹെൽത്തിന് പല പല സംഗതികളുണ്ട്. ചിലതിന് നട്ട്സ് നല്ലതാണ്, ഫ്രൂട്ട്സ് നല്ലതാണ്, പക്ഷേ ജനറലി ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസ്, ലോട്ട്സ് ഓഫ് ഫൈബർ, ലെസ് ഓഫ് ഫാറ്റ്സ്, ലെസ് ഓയിൽസ്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഈ ഹെൽത്ത് ലിറ്ററസി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ഈ വൺ തിങ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഇറ്റ്സ് ലൈക്ക് ആ ഒരു ചിട്ടയില്ലായ്മ, ഡിസിപ്ലിൻ ഇല്ലായ്മ. ബിക്കോസ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ബിക്കോസ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നാലെ നമ്മൾ ഓടുമ്പോൾ വി ആർ നോട്ട് യൂഷ്വലി ഡൂയിങ് ദിസ് ഓൺ ടൈം. ടൈം കീപ്പ് ചെയ്യണം. ആ ടൈം കീപ്പിങ്ങിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ സപ്പോസ് ഇഫ് യു മിസ് ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സ്നാക്സ് അടിക്കും. അപ്പോൾ ആ സ്നാക്സ് ചിലപ്പോൾ കാണുന്ന മുമ്പിലത്തെ ബേക്കറിയിൽ നിന്നായിരിക്കും സ്നാക്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ലഞ്ച് മിസ്സാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ വലിയൊരു ഡിന്നർ കഴിക്കും. ദാറ്റ് ലീഡ്സ് ടു നമ്മുടെ ഒരു മെറ്റബോളിക് ഇംബാലൻസ് ഉണ്ടാക്കും. നമ്മുടെ ഡയറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് കുറേയൊക്കെ വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ക്രിയേറ്റ് ഒരു ഡിസിപ്ലിൻ. നമ്മൾ കറക്റ്റ് ടൈം ആൻഡ് അളവ്. പോർഷൻ കൺട്രോൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ നാട്ടിൽ ഇല്ലാത്ത സാധനമാണ് ഈ പോർഷൻ കൺട്രോൾ. നമ്മൾ കഴിക്കുന്ന അളവ്,
അതൊരു ഫിക്സ് ആക്കി കഴിഞ്ഞാൽ തന്നെ അത് മതി. സോ യു ഡോണ്ട് ഹാവ് ടു വലിയൊരു ഭയങ്കര സ്ട്രോങ് ഡയറ്റിന്റെ ആവശ്യമില്ല.